ഇനി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആവേശം അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ നിൽക്കുകയാണ്. ആരെത്തും? ഇംഗ്ലണ്ട് എത്തിക്കഴിഞ്ഞു. അർജന്റീനയാണോ സ്വിറ്റ്സർലൻഡ് ആണോ ഇനി എത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. അരുൺ, നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ടെൻഷൻ ഉണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. ഒരു ടെൻഷൻ ഇല്ല എന്ന് വളരെ കൂളായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട് എന്നുള്ള അറിയാം. മറുപടി ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അർജന്റീന ആരാധകരുടെ മുഖത്ത് നിന്ന് തന്നെ അത് പ്രകടമായിട്ട് കാണാം. ഇപ്പോഴും ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ ചങ്ക് പിടക്കായിരിക്കും എന്നൊന്നും അറിയാം. നേരത്തെ നമ്മളെ അവതാരക ചോദിക്കുകയാണ്, നേരത്തെ ടെൻഷൻ ഇല്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. കളി എന്തായാലും ജയിക്കും. ടെൻഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് ടെൻഷൻ. ഞങ്ങൾക്ക് ആര് ജയിച്ചാലും അല്ല, അർജന്റീനക്കാർക്ക് ടെൻഷൻ ഉണ്ടോ? 100%. ഒരു കളി തുടങ്ങിയപ്പോഴേ ടെൻഷൻ. ആ ഉള്ളിലുള്ള ബീപ്പ് കണ്ടില്ലേ, അത്രയും ഹൃദയം പിടിച്ചിട്ട് നിൽക്കുന്നത്. എന്ത് സംഭവിക്കാം. എന്താണ് ഈ കളിയിൽ സംഭവിക്കാൻ പോകുന്നത്? ഇത് സ്വാഭാവികം. ഇത് കമ്മിറ്റി കളിയാണെന്നുള്ളത് എല്ലാവർക്കും ധാരണ ഉണ്ട്. റഫറി അവരെ കൂടെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കളി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവർ ഇന്നലെ കേരള പോലീസിന്റെ പേജിലടക്കം എന്താ വന്നിട്ടുള്ളത്, കൂടെയുണ്ടെന്നാണ്. അത് മാറ്റി 5 മിനിറ്റിനുള്ളിൽ തന്നെ പോസ്റ്റ് അത് അർജന്റീന ഫാൻസിന്റെ പ്രതിഷേധം കൊണ്ട് മാറ്റിയാണല്ലോ. ഇപ്പൊ ഈ മത്സരം അർജന്റീന ജയിക്കുന്ന നോക്കാം. നമുക്ക് ഒരു 15 മിനിറ്റ് കൂടെ അല്ലേ. എന്തായാലും വലിയ പ്രതീക്ഷ ഉണ്ട് ബ്രസീലുകാരെ സംബന്ധിച്ച്. ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും എന്തായാലും ബ്രസീൽ ആരാധകർ. ഈ മത്സരം കണ്ടിട്ട് എന്താ തോന്നുന്നു, ആരാ ജയിക്കും? ഈ മത്സരം കണ്ടിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്നത് 72-ാം മിനിറ്റിൽ അവർക്ക് റെഡ് കാർഡ് കിട്ടിയല്ലോ സ്വിറ്റ്സർലാൻഡിന്. ഈ സമയം വരെ അവർ പിടിച്ചു നിന്നിട്ടുണ്ട്. മാക്സിമം എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ അത് കഴിഞ്ഞ സമയം ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ട് 15-10 കളിക്കുന്നത്. അതായത് ഫിഫന്റെ പ്രസിഡന്റ് അടക്കം 3 റഫറി 11 പ്ലേയേഴ്സും അർജന്റീന വിത്ത് സ്വിറ്റ്സർലാൻഡ് 10. ഫ്രാൻസിന്റെ ആരാധകനാണ്. അതേ അഭിപ്രായം തന്നെയാണോ? അതേ അഭിപ്രായം. 2 ഗോളിന് എന്തായാലും അർജന്റീന പുറത്താണ് ഞങ്ങൾ ഇനി ഹാഫ് ടൈം കഴിഞ്ഞിട്ടാണ് ഇനി ഗോളടിക്കുക. ഞങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്ത് 10 ആളായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ഇനി ഗോളടിക്കും. സ്വിറ്റ്സർലാൻഡിന്റെ ഫാനാണോ? അല്ലല്ല, ഞങ്ങൾ അർജന്റീന ആരാധകനാണ് അവര്. അല്ല, ഇതിപ്പം എന്തായാലും ഇവര് പറയുന്ന പോലെ കമ്മിറ്റി കളിയാണെന്നാ പറയുന്നത്. അതോല് പറഞ്ഞോട്ടെ. കമ്മിറ്റി ആണെങ്കിൽ അങ്ങനെ, അത് കമ്മിറ്റി നമ്മളല്ല. ഫ്രാൻസും ബ്രസീലും പോർച്ചുഗലും ഒക്കെ എതിരാ. ആയിക്കോട്ടെ, ആരെതിരായാലും നമുക്ക് നമ്മൾ മാത്രം മതി. അത്ര ആൾക്കാർ നമ്മളെ ആൾക്കാരുണ്ട്, അത് നമുക്ക് അത്ര മതി. ആരാധകരെ സംബന്ധിച്ച് ഇതാ ഭയങ്കര ടെൻഷൻ ഇല്ലാന്ന് പറയുമ്പോൾ പോലും ആ മുഖം കണ്ടാൽ നമുക്കറിയാലോ. അവസാന നിമിഷം വരെ എന്തും സംഭവിക്കാനുള്ള രീതിയിലാണ് അത്തരത്തിലുള്ള എല്ലാ മത്സരങ്ങളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രീ ക്വാർട്ടറിൽ നമ്മൾ എല്ലാ മത്സരവും കണ്ടത് അങ്ങനെ തന്നെയാണ്. ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്. അവസാന ഫൈനൽ വിസിൽ വരെയും അത്തരത്തിലുള്ള സസ്പെൻസ് ബാക്കിയുണ്ടാവും. സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ച് അവർ അവനായുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് പൊരുതുകയാണ്. പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവസരങ്ങളിൽ ഒരു കൗണ്ടർ അറ്റാക്ക് അല്ല, ഒരു മുൻനീള കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കാൻ സാധിക്കില്ല. കാരണം ഇന്നലത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 11 ജൂലൈ 2021 കോപ്പ അമേരിക്ക മെസ്സി ആ നിമിഷം വീണ്ടും ആ നിമിഷത്തിന്റെ മാധുര്യം ഇന്നലെ 5 വർഷം മുൻപായിരുന്നു. ആ നിമിഷം കോപ്പ അമേരിക്ക നേടിയ മെസ്സി, ടോപ്പ് സ്കോററായ മെസ്സി. അരുൺ ഓർക്കുന്നുണ്ടാവും ആ നിമിഷം. ഇന്നിപ്പം ജൂലൈ ഈ ഒരു ദിവസത്തിനിപ്പുറം എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷനിലാണ്. അത് തീർച്ചയായും അർജന്റീന ആരാധകർ എന്ന നിലയിൽ കൂടി അർജന്റീന ആരാധകരുടെ വികാരം നമുക്ക് മനസ്സിലാക്കാം. കാരണം നീണ്ട വർഷങ്ങളാണ് ആര്യ കടന്നുപോയത്. എത്ര കാലങ്ങൾ നമ്മൾ കടന്നുപോയി എന്നുള്ളത് തന്നെയാണ്. എത്ര തോൽവികൾ മാത്രം കണ്ട 2 കോപ്പ അമേരിക്ക ഫൈനലിൽ മെസ്സി 2016 വിരമിക്കുന്നു. അപ്പോഴൊക്കെ അത്തരത്തിൽ വേദന കടിച്ചമർത്തിയ അർജന്റീന ആരാധകരുണ്ട്. 2022 ലയണൽ മെസ്സിയും അർജന്റീനയും ഒരു വർഷങ്ങൾക്ക് ശേഷം അവർ പൂർണ്ണതയിലെത്തുന്നത്. അതിനുശേഷം പിന്നെ അർജന്റീന ആരാധകരുടെ ഒരു ഘോഷം ആരവങ്ങളും കൂടിയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഫിഫ ടീം, കമ്മിറ്റി ടീം എന്നൊക്കെ ആരോപണങ്ങളും ഒക്കെ അത് പറയാം. നമുക്കറിയാം, അതൊക്കെ സ്വാഭാവികമായും അതൊരു ഈ കളിയോടുള്ള ഇഷ്ട ടീമിനോടുള്ള സ്നേഹം കൊണ്ടും ഒക്കെ തന്നെ വരുന്നതായിരിക്കാം. അല്ലെ, അങ്ങനെയൊക്കെ തന്നെ അതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ആരാധകരുടെ പ്രതീക്ഷകളും ഒക്കെ ഒരു ഭാഗത്ത്. പക്ഷേ മത്സരം അവസാന നിമിഷം വരെയും നമുക്കിങ്ങനെ നെഞ്ചെടുപ്പ് സമ്മാനിക്കുകയാണ് എന്നുള്ളതാണ്. ഏത് ആരാധകനാണെങ്കിലും ഇപ്പോൾ അർജന്റീന തോൽക്കണമെന്ന് വിചാരിച്ചാൽ അവർക്കും നെഞ്ചെടുപ്പ് തന്നെയാണ്. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കളി പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇനി എക്സ്ട്രാ ടൈമിലാണ്. അത് കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമ്പോൾ 10 കളിക്കാരുമായാണ് സ്വിറ്റ്സർലൻഡ് കളിക്കളത്തിലുള്ളത്. റെഡ് കാർഡ് കൊടുത്ത സമയം മുതൽ തന്നെ കമ്മിറ്റിയാണ് റഫറി കളിച്ചു തുടങ്ങി അർജന്റീനയ്ക്ക് വേണ്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഫുട്ബോളിൻ്റെ കാൽപന്തിൻ്റെ മനോഹാരിത നശിപ്പിക്കുന്നതാണ്. അതിനൊക്കെ അപ്പുറം നല്ല ഫുട്ബോൾ മത്സരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ലാസ്റ്റ് മിനിറ്റ് എന്ത് ത്രില്ലർ സിനിമ പോലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്.